എല്ലാവർക്കും പ്രേമ സ്വീറ്റ് മെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഡ്രൈ നട്ട്സ് കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന കടായിലേക്ക് പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പീനട്ടിൽ ധാരാളമായിട്ട് വൈറ്റമിനും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് ലോസിനും ഇത് ഹെൽപ്ഫുള്ളാണ്. പീനട്ട് കുക്കായിട്ട് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരും, നല്ല ഒരു സ്മെല്ലും വരും. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കാഷ്നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്നട്ടിൽ ധാരാളമായിട്ട് പ്രോട്ടീന്, ഫൈബർ, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്കും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വാൾനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വാൾനട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷനൊക്കെ സ്മൂത്തായിട്ട് നടക്കാനും ഹെൽപ്ഫുള്ളാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ടാണ്. ആൽമണ്ട് നമ്മുടെ ഹൃദയത്തിന് ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിന് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ പ്രോട്ടീനും ഫൈബറും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ കോക്കനട്ടാണ്, കൊപ്ര. ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഫൈബറും മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ കാഷ്നട്ടും വാൾനട്ടും ആൽമണ്ടും ഡ്രൈ കോക്കനട്ടും ഒക്കെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കടായിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് മെൽട്ടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെടുത്ത ഡ്രൈ നട്ട്സിൻ്റെ ഡബിളായിട്ട് വേണം ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാൻ. കാരണം ഈ ഡേറ്റ്സിൽ വേണം ഡ്രൈ നട്ട്സ് കോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഡേറ്റ്സ് കുറവാണെങ്കിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഡേറ്റ്സ് ഒന്ന് നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുന്നത് വരെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. പെട്ടെന്ന് കുക്കായി വരാനായിട്ട് ഇതിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ എടുത്തത് സോഫ്റ്റ് ഡേറ്റ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നല്ല മധുരം വേണമെങ്കിൽ ഇതിലേക്ക് ശർക്കരപ്പൊടിയോ പഞ്ചസാരയോ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിതിപ്പോൾ ഇതിൽ ഡേറ്റ്സിൽ തേന് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ മധുരത്തിനായിട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഡേറ്റ്സൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ഡ്രൈ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഡേറ്റ്സിൽ ഇത് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിൽ ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ നട്ട്സ് കൊണ്ടുള്ള സ്വീറ്റാണിത്. ഇത് ഡെയിലി നമുക്ക് ഒരുവിധം കഴിക്കാം. വളരെ ഹെൽത്തിയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇതും നമ്മുടെ ബ്രെയിനിനും ഹെൽത്തിനും അതേപോലെ തന്നെ എനർജി ബൂസ്റ്റ് ചെയ്യാനും പിന്നെ എല്ലുകൾക്കും ഒക്കെ വളരെ നല്ലതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ട് അടങ്ങിയിട്ടുള്ള ഡ്രൈ നട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡെയിലി വീതം നമുക്ക് കഴിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഞാനിതിപ്പോൾ നെയ്യ് ഗ്രീസ് ചെയ്തെടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇത് തണിയാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. തണിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോകുന്നവർക്കാണെങ്കിൽ ഒരു പീസ് കഴിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ വിശപ്പും മാറും. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.